പ്രാചീന ഭാരതം ഒരൊറ്റ രാജ്യമായിരുന്നില്ല. ഒരുപാട് ചെറിയ ചെറിയ നാട്ടുരാജ്യങ്ങളായിരുന്നു. ഇവർ തമ്മിൽ എപ്പോഴും പോരടിച്ചിരുന്നു. അപ്പോൾ ഇവരെ എല്ലാവരെയും കൂടെ ഒന്നിച്ച് ചേർത്ത് വിശാലമായൊരു രാഷ്ട്രം കെട്ടിപ്പടുക്കുന്നതിന് പ്രധാനമായിട്ട് വിഭാവനം ചെയ്തതും അതിന് മുൻകൈ എടുത്തതും കൗടില്യൻ അല്ലെങ്കിൽ ചാണക്യനാണ്. ഇന്ന് ഞാൻ അദ്ദേഹത്തിൻ്റെ കഥയാണ് പറഞ്ഞുതരാൻ പോകുന്നത്. ഇദ്ദേഹത്തിൻ്റെ യഥാർത്ഥ പേര് വിഷ്ണുഗുപ്തൻ എന്നായിരുന്നു. അദ്ദേഹം മഗധയിലാണ് ജനിച്ചത്. പഠിച്ചത് തക്ഷശിലയിലും. പ്രാചീനകാല ഭാരതത്തിലെ ഒരു വിദ്യാഭ്യാസ കേന്ദ്രമായിരുന്നു തക്ഷശില. അവിടെ പഠിച്ച് അതിനുശേഷം ഒരു അധ്യാപകനായി തീർന്ന ആളാണ് ഈ വിഷ്ണുഗുപ്തൻ. ചണകൻ്റെ മകനായതുകൊണ്ട് ചാണക്യനെന്നും കുടില വംശത്തിൽ പിറന്നതുകൊണ്ട് കൗടില്യനെന്നും ഒക്കെ അദ്ദേഹത്തെ നാം വിളിക്കാറുണ്ട്. ഈ ചാണക്യൻ ജനിച്ചപ്പോൾ അദ്ദേഹത്തിന് ചില പ്രത്യേകതകളുണ്ടായിരുന്നു. അദ്ദേഹത്തിന് ജനിക്കുമ്പോൾ തന്നെ 2 വശത്ത് ഓരോ പല്ലുകളുണ്ടായിരുന്നു. ആ പല്ലുകൾ ജ്ഞാനപ്പല്ലുകൾ എന്നാണ് അക്കാലത്തെ ആളുകൾ പറഞ്ഞിരുന്നത്. ഇങ്ങനെ ജ്ഞാനപ്പല്ലുകളുള്ള ആൾക്കാർ മഹാന്മാരായിത്തീരും എന്നൊരു വിശ്വാസം അക്കാലത്തുണ്ടായിരുന്നു. മാതാപിതാക്കൾ അദ്ദേഹത്തിന് വിഷ്ണുഗുപ്തൻ എന്നാണ് പേരിട്ടത്. തൻ്റെ അമ്മയോടൊപ്പം ഒരിക്കൽ ക്ഷേത്രത്തിൽ പോയപ്പോൾ അവിടെ വെച്ചൊരു ജ്യോത്സ്യൻ ഇദ്ദേഹത്തെ കാണുകയും അമ്മയോട് ഈ കുട്ടി വളരെ പ്രത്യേകത ഉള്ളവനാണ്, ഇവൻ ഈ പല്ലുകൾ ഉള്ളതുകൊണ്ട് ഇവൻ രാജാവായിത്തീരും എന്ന് പറയുകയും ചെയ്തു. ഇത് കേട്ടപ്പോൾ ഇദ്ദേഹത്തിൻ്റെ മാതാപിതാക്കൾക്ക് വലിയ വിഷമമായി. അവർ ബ്രാഹ്മണരായിരുന്നു. ബ്രാഹ്മണർ പൊതുവെ രാജാക്കന്മാരായി തീരാറില്ല. അത് ക്ഷത്രിയ ധർമ്മമാണ്. അങ്ങനെയുള്ളപ്പോൾ തൻ്റെ മകൻ രാജാവായിത്തീരും എന്ന് കേട്ടത് ആ മാതാപിതാക്കൾക്ക് ദുഃഖമുണ്ടാക്കി. മാത്രമല്ല, തങ്ങളുടെ മകൻ രാജാവായി തീർന്നാൽ തങ്ങളെ കാണാൻ വരാതിരിക്കുമോ, തങ്ങളെ മറന്നു പോകുമോ എന്നൊക്കെ ആ മാതാപിതാക്കൾക്ക് പേടി തോന്നുകയും ചെയ്തു. അങ്ങനെ അവർ വളരെയധികം വിഷമിക്കുന്നത് കണ്ട ഈ കുട്ടി ഒരു കല്ലെടുത്തിട്ട് തൻ്റെ ജ്ഞാനപ്പല്ലുകൾ ആ കല്ലുകൊണ്ട് കുത്തിപ്പൊട്ടിച്ച് കളഞ്ഞു. ഇവൻ്റെ ഈ പ്രവൃത്തി എല്ലാവരെയും അത്ഭുതപ്പെടുത്തി. അങ്ങനെ ഈ കുട്ടി വളർന്നു വന്നു. അവൻ തക്ഷശിലയിൽ പോയി പഠിച്ചു. അങ്ങനെ തക്ഷശിലയിൽ പഠിച്ചതിന് ശേഷം തിരിച്ചു വന്ന ഈ വിഷ്ണുഗുപ്തൻ ഒരു അധ്യാപകനായി തീർന്നു. ഒരു ഗുരുകുലം സ്ഥാപിച്ച് അവിടെ അദ്ദേഹം വിദ്യാർത്ഥികളെ പഠിപ്പിച്ചു തുടങ്ങി. എന്നാൽ ഈ സമയത്താണ് ഗ്രീക്ക് ഭരണാധികാരിയായിരുന്ന അലക്സാണ്ടർ ഭാരതം ആക്രമിച്ചത്. അദ്ദേഹം ഈ പോരടിച്ച് നിന്നിരുന്ന പല രാജ്യങ്ങളെയും തോൽപ്പിക്കുകയും അവിടെ ഭരണം സ്ഥാപിക്കുകയും ചെയ്തു. ഇത് ഈ ഗുരുവിനെ വളരെയധികം വേദനിപ്പിച്ചു. മാത്രമല്ല, ഈ സമയത്ത് അദ്ദേഹത്തിന് വിദ്യാർത്ഥികൾ വളരെ കുറവായിട്ട് വന്നു. പല കുട്ടികളും നിർബന്ധിത സൈനിക സേവനത്തിന് പോയി. പലർക്കും യുദ്ധം പേടിച്ച് പുറത്തിറങ്ങാൻ പേടിയായിരുന്നു. അങ്ങനെ വിദ്യാർത്ഥികൾ തുലവും കുറവായതിനാൽ ഈ ഗുരുവിനെ വളരെയധികം ബുദ്ധിമുട്ട് നേരിട്ടു. ഈ സമയത്ത് മഗധ ഭരിച്ചിരുന്നത് ധനനന്ദൻ എന്ന രാജാവായിരുന്നു. അദ്ദേഹം ഒരു നല്ല രാജാവായിരുന്നില്ല. മദ്യപാനിയായിരുന്നു, സുഖലോലുപനുമായിരുന്നു. രാജ്യകാര്യങ്ങളിൽ അദ്ദേഹം ഒട്ടും ശ്രദ്ധിച്ചിരുന്നില്ല. ഇദ്ദേഹത്തിന് ഒരുപാട് മന്ത്രിമാരുണ്ടായിരുന്നതിൽ ശക്തൻ എന്ന് പറയുന്നൊരു മന്ത്രി ഒരിക്കൽ രാജാവിനോട് പിണങ്ങി നാടുവിട്ടു. അദ്ദേഹം ഗ്രാമവീഥിയിലൂടെ പോകുമ്പോൾ തൻ്റെ ഗുരുകുലത്തിന് മുന്നിലിരുന്ന് പുല്ല് പറിക്കുന്ന ഗുരുവിനെ കണ്ടു. കൗതുകം തോന്നിയ ഈ മന്ത്രി അടുത്ത് ചെന്ന് അദ്ദേഹത്തെ പരിചയപ്പെട്ടു. എന്തിനാണ് ഈ ആശ്രമമുറ്റത്തെ പുല്ലിങ്ങനെ പറിച്ച് കളയുന്നത് എന്ന് ഈ മന്ത്രി അദ്ദേഹത്തോട് ചോദിച്ചു. അദ്ദേഹം പുല്ല് പറിക്കുന്നതിൻ്റെ ഒരു കാരണമുണ്ട്. അദ്ദേഹം ഗുരുകുലത്തിൻ്റെ മുറ്റത്തുകൂടി നടക്കുമ്പോൾ ഈ പുല്ലുകൊണ്ട് അദ്ദേഹത്തിൻ്റെ കാല് നൊന്തു. തൻ്റെ കാല് വേദനിച്ചതുപോലെ മറ്റുള്ള ആൾക്കാരുടെ കാലും വേദനിക്കരുത് എന്ന് കരുതി അദ്ദേഹം അവിടെ ഇരുന്ന് ഈ പുല്ല് മുഴുവൻ പറിച്ച് കളയായിരുന്നു. വെറുതെ പറിച്ച് കളയായിരുന്നില്ല, ഇത് വേരോടെ പിഴുതെടുത്ത് നശിപ്പിക്കുകയായിരുന്നു. ഇത് കണ്ട ഈ മന്ത്രിക്ക് വളരെയധികം കൗതുകം തോന്നി. ഇങ്ങനെ ദൃഢനിശ്ചയമുള്ള ഒരാളോട് കൂട്ടുകൂടുകയാണെങ്കിൽ തന്നോട് രാജാവ് ചെയ്ത കുറ്റത്തിന് അദ്ദേഹത്തിനോട് പ്രതികാരം വീട്ടാം എന്ന് ഇദ്ദേഹം കരുതി. അതുകൊണ്ട് അദ്ദേഹം ചാണക്യനോട് പാടലീപുത്രത്തിൽ വന്ന് രാജാവിനെ ഒന്ന് മുഖം കാണിക്കണം എന്നാവശ്യപ്പെട്ടു. മന്ത്രി പറഞ്ഞതായതുകൊണ്ട് ഈ ചാണക്യൻ അങ്ങനെ പാടലീപുത്രത്തിലേക്ക് പോയി രാജാവിനെ കാണാൻ തീർച്ചപ്പെടുത്തി. ചാണക്യൻ നേരത്തെ കുട്ടിക്കാലത്ത് തൻ്റെ പല്ല് കല്ലുകൊണ്ട് പൊട്ടിച്ച് കളഞ്ഞതിനാൽ പല്ലുകൾക്കിടയ്ക്കൊരു വിടവുണ്ടായിരുന്നു. മാത്രമല്ല, അദ്ദേഹത്തിൻ്റെ കാലിനൊരു ചെറിയ മുടന്തുമുണ്ടായിരുന്നു. മൊത്തത്തിൽ കണ്ടാൽ അത്ര സൗന്ദര്യമുള്ള ഒരാളായിരുന്നില്ല ചാണക്യൻ. എന്തായാലും അദ്ദേഹം നന്ദരാജാവിൻ്റെ കൊട്ടാരത്തിൽ ചെന്ന് അദ്ദേഹത്തെ മുഖം കാണിച്ചപ്പോൾ രാജാവ് ഗൗനിച്ചൊന്നുമില്ല. എന്തായാലും ചാണക്യൻ ചെന്ന് നന്ദരാജാവിനോട് താൻ തക്ഷശിലയിൽ പഠിച്ചിട്ട് വരുന്ന ഒരു പണ്ഡിതനാണ് എന്ന് പറഞ്ഞു. എനിക്ക് രസതന്ത്രവും വൈദ്യശാസ്ത്രവും രാഷ്ട്രതന്ത്രവും നന്നായിട്ടറിയാം എന്ന് ഈ ഗുരു രാജാവിനോട് പറഞ്ഞെങ്കിലും രാജാവ് ഇദ്ദേഹത്തെ പരിഹസിച്ച് ചിരിക്കുകയാണ് ചെയ്തത്. മൊത്തത്തിൽ കണ്ടാൽ അത്ര വലിയ പണ്ഡിതനാണെന്നൊന്നും ചാണക്യനെ കണ്ടാൽ തോന്നുമായിരുന്നില്ല. രാജാവ് പരിഹസിക്കുക മാത്രമല്ല, തൻ്റെ ചുറ്റുമുണ്ടായിരുന്ന സഭാവാസികളോട് ഇദ്ദേഹത്തെപ്പറ്റി കളിയാക്കി സംസാരിക്കുകയും അവരെല്ലാവരും ചാണക്യനെ കളിയാക്കി ചിരിക്കുകയും ചെയ്തു. ഈ ധനനന്ദ രാജാവിൻ്റെ പ്രധാനമന്ത്രിയുടെ പേര് രാക്ഷസൻ എന്നായിരുന്നു. അമാത്യ രാക്ഷസൻ എന്ന് പറയാറുണ്ട് അദ്ദേഹത്തെപ്പറ്റി. അമാത്യൻ എന്ന് വെച്ചാൽ മന്ത്രി എന്നാണ്.
അപ്പോൾ ഈ രാക്ഷസൻ എന്ന മന്ത്രി രാജാവിനോട് ബ്രാഹ്മണരെ കളിയാക്കരുത് എന്ന് പറഞ്ഞെങ്കിലും രാജാവ് ഇതൊന്നും ചെയ്തുകൊണ്ടില്ല. അദ്ദേഹം വീണ്ടും വീണ്ടും ചാണക്യനെ കളിയാക്കി ചിരിച്ചു. അപ്പോൾ ഇദ്ദേഹത്തിന് വളരെയധികം ദേഷ്യം വന്നു. അദ്ദേഹം പറഞ്ഞു, ഇപ്പോൾ എന്നെ ഇവിടെ വെച്ച് പരിഹസിച്ച നിന്നോട് ഞാൻ തീർച്ചയായിട്ടും പകരം വീട്ടും. ഇത് കേട്ട രാജാവ് ഉടൻ തന്നെ ഇദ്ദേഹത്തെ പിടിച്ചു കെട്ടാൻ ആജ്ഞാപിച്ചു. ഭടന്മാർ വന്ന് ചാണക്യനെ പിടിക്കാൻ ശ്രമിച്ചപ്പോൾ അദ്ദേഹം കുതറി മാറി. അപ്പോൾ അദ്ദേഹത്തിന് കുടുമ അഴിഞ്ഞുപോയി. പഴയ കാലത്ത് ബ്രാഹ്മണർ മുടി മൊട്ടയടിച്ചിട്ട് കുറച്ച് മുടി മാത്രമായിട്ട് ഉച്ചയിൽ നിലനിർത്തും. അതിനാണ് കുടുമ എന്ന് പറയുന്നത്. കെട്ടിവെക്കുകയാണ് പതിവ്. ഈ കെട്ടഴിഞ്ഞ് മുടി ഇങ്ങനെ ഉതിർന്ന് വീണു. അപ്പോൾ ഈ ചാണക്യൻ പറഞ്ഞു, ഞാൻ ഈ മുടി രാജാവിനോട് പകരം വീട്ടാതെ കെട്ടിവെക്കുകയില്ല. ഞാൻ നിൻ്റെ രാജ്യം നശിപ്പിക്കുകയും നിൻ്റെ രാജസിംഹാസനത്തിൽ നിന്നേക്കാൾ മഹാനായ ഒരാളെ കൊണ്ടിരുത്തുകയും ചെയ്യും. ഇങ്ങനെ സത്യം ചെയ്തിട്ട് ചാണക്യൻ അവിടുന്ന് പോകാനിറങ്ങിയപ്പോഴേക്കും രാജാവ് തൻ്റെ ഭടന്മാരോട് ഉടൻ തന്നെ ചാണക്യനെ പിടിച്ചു കെട്ടാൻ ആജ്ഞാപിച്ചു. പക്ഷേ ചാണക്യൻ വേഷപ്രച്ഛന്നനായിട്ട് കൊട്ടാരത്തിൽ നിന്ന് രക്ഷപ്പെട്ടു. എന്നാൽ അദ്ദേഹത്തിന് രാജ്യത്ത് നിന്ന് പുറത്തു പോകാൻ പറ്റിയതുമില്ല. ഈ നന്ദരാജാവിന് കുറേ മക്കളുണ്ടായിരുന്നു. ആ കൂട്ടത്തിൽ പബന്ധൻ എന്നു പേരായ ഒരു മകനെ ചാണക്യൻ കണ്ടുമുട്ടി. തൻ്റെ പിതാവിൻ്റെ ചെയ്തികളിൽ വളരെയധികം അമർഷമുണ്ടായിരുന്ന പബന്ധൻ ചാണക്യനോട് കൂട്ടുകൂടി. ചാണക്യൻ പബന്ധനോട് തന്നെ സഹായിക്കുകയാണെങ്കിൽ പബന്ധന് രാജാവാകാൻ വേണ്ട സഹായങ്ങൾ ചെയ്തു കൊടുക്കാമെന്ന് വാഗ്ദാനം ചെയ്യുകയും അങ്ങനെ പബന്ധൻ്റെ കയ്യിൽ മോതിരം വാങ്ങി ആ മോതിരത്തിൻ്റെ സഹായത്തോടെ വേഷപ്രച്ഛന്നനായിട്ട് ആ രാജ്യത്ത് നിന്ന് രക്ഷപ്പെടുകയും ചെയ്തു. അങ്ങനെ കാട്ടിലേക്ക് പോയ ചാണക്യൻ മഗധയിലെ ധനനന്ദ രാജാവിനെ തോൽപ്പിക്കാൻ ആവശ്യമായ പദ്ധതികൾക്ക് രൂപം കൊടുത്തു തുടങ്ങി. അതിനു വേണ്ടിയിട്ട് അദ്ദേഹം പലരുമായിട്ട് സഖ്യം ചെയ്യുകയും ധനം സമാഹരിക്കുകയും ചെയ്തു. പല വിധേന സമാഹരിച്ച ധനം കൊണ്ട് അദ്ദേഹം ആവശ്യമായ ആയുധങ്ങൾ സംഭരിച്ചു. അങ്ങനെ കുറേ കാലത്തിന് ശേഷം പബന്ധൻ അദ്ദേഹത്തിനോട് വന്ന് കൂട്ടുകൂടി. അങ്ങനെ പബന്ധനും ചാണക്യനും കൂടി ഒരിക്കൽ ഗ്രാമവീഥിയിലൂടെ പോകുമ്പോൾ തൻ്റെ കൂട്ടുകാരോടൊപ്പം സംസാരിച്ചുകൊണ്ടിരുന്ന ഒരു കുട്ടിയെ ശ്രദ്ധിച്ചു. കളിക്കുമ്പോൾ പോലും അവൻ്റെ പെരുമാറ്റം വളരെ കുലീനമായിരുന്നു. അവൻ്റെ വാക്കുകൾ ശ്രദ്ധിച്ച ചാണക്യന് ഇവൻ വളരെ നല്ലൊരു രാജാവാകാൻ യോഗ്യനാണ് എന്ന് തോന്നി. അവൻ്റെ പേര് ചന്ദ്രഗുപ്തൻ എന്നായിരുന്നു. മുര എന്നായിരുന്നു അവൻ്റെ അമ്മയുടെ പേര്. അതുകൊണ്ട് അവനെ ചന്ദ്രഗുപ്ത മൗര്യൻ എന്ന് പിന്നീട് വിളിക്കപ്പെട്ടു. എന്തായാലും ഈ ചന്ദ്രഗുപ്തനെ കൂടി ചാണക്യൻ കൂടെ കൂട്ടി. അങ്ങനെ ചാണക്യൻ്റെ ഒപ്പം ചന്ദ്രഗുപ്തനും പബന്ധനും കൂടി. രണ്ടുപേരെയും ചാണക്യൻ രാഷ്ട്രതന്ത്രം പഠിപ്പിക്കാൻ തുടങ്ങി. രണ്ടുപേരും ഒരുപോലെ പഠിച്ചു. അങ്ങനെ ഇരിക്കെ ഒരിക്കൽ ഇവർ രണ്ടുപേരിൽ ആരാണ് രാജാവാകാൻ ഏറ്റവും യോഗ്യൻ എന്ന് കണ്ടുപിടിക്കണം എന്ന് ചാണക്യന് തോന്നി. അദ്ദേഹത്തിന് വേണ്ടിയിരുന്നത് വികാരത്തിന് മുകളിൽ വിചാരത്തോടെ ചിന്തിക്കുന്ന ഒരു രാജാവിനെയായിരുന്നു. വികാരങ്ങൾക്ക് കീഴ്പ്പെടാതെ വിവേകപൂർവ്വം ചിന്തിച്ച് തീരുമാനമെടുക്കുന്ന ഒരു രാജാവിനെ. അതുകൊണ്ട് അദ്ദേഹം രണ്ടുപേരുടെയും കഴുത്തിൽ, ചന്ദ്രഗുപ്തൻ്റെയും പബന്ധൻ്റെയും കഴുത്തിൽ ഓരോ ചരട് കെട്ടിക്കൊടുത്തു, ഒരു രക്ഷ കെട്ടിക്കൊടുത്തു. അതിനുശേഷം ഇവരോട് രണ്ടുപേരോടും പറഞ്ഞു, പബന്ധൻ ചന്ദ്രഗുപ്തൻ്റെ മൗര്യൻ്റെ കഴുത്തിൽ നിന്നോ അല്ലെങ്കിൽ ചന്ദ്രഗുപ്ത മൗര്യൻ പബന്ധൻ്റെ കഴുത്തിൽ നിന്നോ ഒട്ടും ഇഴ പൊട്ടിക്കാതെ ഈ മാല ഊരിയെടുക്കണം. എന്നാൽ ഈ മാല ഊരിയത് മാലയുടെ ഉടമസ്ഥൻ അറിയുകയും ചെയ്യരുത്. അങ്ങനെ പബന്ധനാണ് ആദ്യം ഇത് ശ്രമിച്ചത്. അദ്ദേഹം ചന്ദ്രഗുപ്തൻ ഉറങ്ങിക്കിടക്കുമ്പോൾ ഈ മാല ഊരിയെടുക്കാൻ പലതവണ ശ്രമിച്ചു. പക്ഷേ ഉറക്കത്തിൽ പോലും വളരെ ശ്രദ്ധാലുവായിരുന്നു ചന്ദ്രഗുപ്തൻ. യാതൊരു കാരണവശാലും ചന്ദ്രഗുപ്തൻ്റെ കഴുത്തിൽ നിന്ന് അദ്ദേഹം അറിയാതെ ഈ മാല ഊരിയെടുക്കാൻ പബന്ധന് പറ്റിയില്ല. അടുത്ത ദിവസം ചന്ദ്രഗുപ്തൻ്റെ ഊഴമായിരുന്നു. ചന്ദ്രഗുപ്തൻ മാല ഊരാൻ വേണ്ടിയിട്ട് പബന്ധൻ്റെ അടുത്തെത്തി. തൻ്റെ വാളെടുത്ത് ഒറ്റ വെട്ടിന് പബന്ധൻ്റെ തല മുറിക്കുകയും മാലയുടെ ഇഴ പൊട്ടാതെ ആ കഴുത്തിൽ നിന്ന് മാല ഊരിയെടുക്കുകയും ചെയ്തു. അങ്ങനെ പബന്ധനെ ചന്ദ്രഗുപ്തൻ കൊന്നു. എന്നാൽ ചാണക്യന് ഇക്കാര്യത്തിൽ വിഷമം തോന്നിയില്ല. തൻ്റെ ലക്ഷ്യം നേടാൻ വേണ്ടി വികാരങ്ങളെ മാറ്റിവെച്ച് മുന്നോട്ട് പോകുന്ന ചന്ദ്രഗുപ്തൻ രാജാവാകാൻ വളരെ യോഗ്യനാണ് എന്ന് ചാണക്യൻ കണ്ടു. അദ്ദേഹം ഏകദേശം 8 വർഷത്തോളം ചന്ദ്രഗുപ്ത മൗര്യനെ പഠിപ്പിച്ചു. ഈ സമയത്ത് പല ചെറിയ രാജ്യങ്ങളുമായിട്ടും ചെന്ന് സന്ധി ചെയ്യുകയും നല്ലൊരു സൈന്യം രൂപീകരിക്കുകയും ചെയ്തു. അതിനുശേഷം അവർ നേരെ മഗധയുടെ തലസ്ഥാനമായ പാടലീപുത്രത്തിലേക്കാണ് ചെന്നത്. വളരെ ഘോരമായ യുദ്ധം നടന്നു. ചന്ദ്രഗുപ്ത മൗര്യൻ നന്നായി പൊരുതിയെങ്കിലും മഗധയുടെ വളരെ വലിയ സൈന്യത്തോട് പിടിച്ചു നിൽക്കാൻ അദ്ദേഹത്തിന് പറ്റിയില്ല. അവർ യുദ്ധം തോറ്റ് തിരിച്ചോടി. എന്നാൽ ഈ തോൽവി ചന്ദ്രഗുപ്ത മൗര്യനെയോ ചാണക്യനെയോ നിരാശരാക്കിയില്ല. ഇതൊരു പാഠമായി കണ്ട് അവർ ഇനിയും തോൽക്കാതെ യുദ്ധം ചെയ്യിക്കാൻ വേണ്ട കാര്യങ്ങൾ ആലോചിച്ചു തുടങ്ങി. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം അവർ ഒരു ഗ്രാമത്തിലൂടെ നടക്കുമ്പോൾ ഒരു അമ്മ തൻ്റെ കുഞ്ഞിന് പലഹാരം കൊടുക്കുന്നത് കണ്ടു. നല്ല ചൂടുള്ള പലഹാരമായിരുന്നു. ആ പലഹാരം ആ കുട്ടി നടുക്ക് നിന്ന് കടിക്കാൻ തുടങ്ങിയപ്പോൾ അമ്മ പറഞ്ഞു, കുഞ്ഞെ, ചൂടുള്ള പലഹാരം നടുക്ക് നിന്ന് കടിക്കരുത്, നിൻ്റെ വായ പൊള്ളും. അത് വശങ്ങളിൽ നിന്ന് പതുക്കെ പതുക്കെ കടിച്ച് വേണം കഴിക്കാൻ. അപ്പോൾ വായ പൊള്ളുകയില്ല. നീ ആ ചാണക്യനെയും ചന്ദ്രഗുപ്തനെയും പോലെ ചെയ്യരുത്.
അവർ നേരെ പാടലീപുത്രത്തിൽ ചെന്ന് യുദ്ധം തോറ്റുകൊടുത്തു. ഇത് കേട്ട ചന്ദ്രഗുപ്തനും ചാണക്യനും തങ്ങളുടെ തെറ്റ് മനസ്സിലായി. പാടലീപുത്രത്തിലേക്ക് നേരെ പട നയിച്ചതാണ് തെറ്റിപ്പോയത്. അതോടെ അവർ ആ രാജ്യത്തിൻ്റെ അരികിലുള്ള ചെറിയ ചെറിയ പ്രദേശങ്ങൾ ആക്രമിച്ച് കീഴ്പ്പെടുത്തി തുടങ്ങി. അങ്ങനെ അവസാനം പാടലീപുത്രത്തിലേക്ക് പട നയിക്കാൻ തുടങ്ങി അവർക്ക് കൂടുതൽ സഹായം ആവശ്യമുണ്ടായിരുന്നു, കൂടുതൽ സൈന്യം ആവശ്യമുണ്ടായിരുന്നു. എന്നാൽ മഗധയുടെ ഏറെക്കുറെ നല്ല ഭാഗം ഇപ്പോൾ കൈക്കലുണ്ടായിരുന്ന ചന്ദ്രഗുപ്ത മൗര്യൻ്റെ ബലം മറ്റ് രാജാക്കന്മാർക്ക് മനസ്സിലായതിനാൽ കൂടുതൽ സഹായം അവർക്ക് കിട്ടിക്കൊണ്ടിരുന്നു. അങ്ങനെ വന്നൊരു സഹായമായിരുന്നു പർവ്വതകൻ എന്ന രാജാവിൻ്റെ. പർവ്വതകൻ ഒരു അത്യാഗ്രഹിയായ രാജാവെന്ന നിലയിൽ വളരെ പേര് കേട്ടവനായിരുന്നു. അദ്ദേഹം ചന്ദ്രഗുപ്തനോട് സൗഹൃദത്തിന് വന്നത് ചാണക്യന് ആദ്യമേ ഇഷ്ടപ്പെട്ടില്ല. പക്ഷേ യുദ്ധം ജയിക്കാൻ അദ്ദേഹത്തിന് പർവ്വതകൻ്റെ സഹായം ആവശ്യമുണ്ടായിരുന്നു താനും. അങ്ങനെ പർവ്വതകൻ്റെ രാജ്യത്തിൻ്റെ കൂടി സഹായത്തോടെയാണ് ചന്ദ്രഗുപ്തനും ചാണക്യനും പാടലീപുത്രത്തിലേക്ക് പട നയിച്ചത്. അങ്ങനെ മഗധയുടെ തലസ്ഥാനമായ പാടലീപുത്രൻ രണ്ടാമത് ആക്രമിച്ച ചന്ദ്രഗുപ്തൻ നന്ദ രാജാവിനെ തോൽപ്പിച്ചു. തോറ്റ രാജാവ് രാജ്യം വിട്ടോടി. അങ്ങനെ ചന്ദ്രഗുപ്തനെ ചാണക്യൻ രാജാവായിട്ട് അഭിഷേകം ചെയ്തു. അങ്ങനെ മഗധയുടെ തലസ്ഥാനമായ പാടലീപുത്രത്തിൽ ചന്ദ്രഗുപ്ത മൗര്യൻ്റെ ഭരണം തുടങ്ങി. എന്നാൽ ചാണക്യൻ്റെ ബുദ്ധി അപ്പോഴും വളരെ ചടുലമായിട്ട് ചുറ്റുപാട് നിരീക്ഷിച്ചുകൊണ്ടിരുന്നു. തോറ്റോടിയ രാജാവ് വെറുതെ ഇരിക്കുകയില്ലെന്ന് അദ്ദേഹത്തിന് അറിയാമായിരുന്നു. അതുകൊണ്ട് അദ്ദേഹം കുറേ ചാരന്മാരെ ഏർപ്പെടുത്തുകയും അങ്ങനെ നന്ദരാജാവ് എവിടെയാണ് ഒളിവിലിരിക്കുന്നതെന്ന് കണ്ടുപിടിക്കുകയും ചെയ്തു. രാജാവിൻ്റെ ചില പരിചാരികന്മാരെ വശത്താക്കിയിട്ട് അവരിലൂടെ ഈ നന്ദരാജാവിന് വിഷം കൊടുത്ത് ചാണക്യൻ രാജാവിനെ കൊന്നു. എന്നാൽ അതുകൊണ്ടും ഭീഷണി തീർന്നില്ല എന്ന് ചാണക്യൻ അറിയാമായിരുന്നു. അപ്പോൾ ഏറ്റവും വലിയ ഭീഷണി അമാത്യ രാക്ഷസൻ എന്ന മന്ത്രിയാണ് എന്ന് ചാണക്യൻ ഉറപ്പായിരുന്നു. നന്ദരാജാവിൻ്റെ അത്ര നല്ല ഭരണമായിരുന്നില്ല എങ്കിലും, നന്ദരാജാവ് ഒരു മദ്യപാനിയായിരുന്നുവെങ്കിലും, അദ്ദേഹം ആൾക്കാരെ ഉപദ്രവിക്കുന്നവനായിരുന്നുവെങ്കിലും, ഒരു മന്ത്രി എന്ന നിലയിൽ വളരെ നല്ലൊരു പ്രവർത്തനമായിരുന്നു കാഴ്ചവെച്ചിരുന്നത്. അദ്ദേഹത്തിന് തൻ്റെ രാജാവിനോട് വളരെയധികം കൂറുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അദ്ദേഹം വെറുതെ ഇരിക്കുകയില്ലെന്നും പ്രതികാരത്തിന് വരുമെന്നും ചാണക്യൻ കണക്കുകൂട്ടി. അതുകൊണ്ട് തന്നെ ചന്ദ്രഗുപ്തൻ്റെ പിന്നാലെ ചാണക്യൻ്റെ കണ്ണുകൾ എപ്പോഴും ഉണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഓരോ ചലനങ്ങളും ചാണക്യൻ നിരീക്ഷിച്ചുകൊണ്ടിരുന്നു. നേരത്തെ നന്ദരാജാവ് ഭരണം നടത്തിയിരുന്ന വലിയ കൊട്ടാരം ഒഴിഞ്ഞു കിടക്കുകയായിരുന്നു. ആ കൊട്ടാരത്തിന് ചില അറ്റകുറ്റപ്പണികളൊക്കെ ചെയ്തിട്ട് അവിടെ താമസമാക്കാമെന്ന് ചന്ദ്രഗുപ്ത മൗര്യൻ തീരുമാനിച്ചു. ചാണക്യൻ പറഞ്ഞു, അങ്ങ് അവിടെ താമസിക്കുന്നതിന് മുമ്പ് ഞാൻ ആദ്യം അവിടെ പോകും. ഞാൻ കണ്ടതിന് ശേഷം മാത്രം അങ്ങ് അവിടെ താമസിച്ചു തുടങ്ങിയാൽ മതി. ചന്ദ്രഗുപ്ത മൗര്യൻ സമ്മതിച്ചു. അങ്ങനെ ചാണക്യൻ ആ കൊട്ടാരം ചെന്ന് കണ്ടു. അവിടെ ചുറ്റി നടന്ന് കണ്ടിട്ടും അവിടെ പ്രത്യേകിച്ച് കുഴപ്പമൊന്നും ഉള്ളതായിട്ട് അദ്ദേഹത്തിന് തോന്നിയില്ല. അപ്പോൾ അദ്ദേഹം ചന്ദ്രഗുപ്ത മൗര്യനോട് ശരി, അങ്ങ് ഇവിടെ താമസിച്ചോളൂ എന്ന് പറഞ്ഞു. അതിനുശേഷം വീണ്ടും ചാണക്യൻ അവിടെയൊക്കെ ഒന്ന് സൂക്ഷ്മമായി പരിശോധിച്ചപ്പോൾ ആ കൊട്ടാരത്തിൻ്റെ തറയിലെ ചെറിയ വിള്ളലിലൂടെ ഉറുമ്പുകൾ അരിയുമായിട്ട് പോകുന്നത് കണ്ടു. അതോടെ ഈ കൊട്ടാരത്തിൻ്റെ തറയുടെ അടിയിൽ ഒരു അറയുണ്ടെന്നും അവിടെ സൈനികർ ചന്ദ്രഗുപ്ത മൗര്യനെ കൊല്ലാൻ ഒളിച്ചിരിപ്പുണ്ടെന്നും ചാണക്യൻ ഉറപ്പായി. ചാണക്യൻ ഉടൻ തന്നെ ആ കൊട്ടാരത്തിന് തീയിടാൻ ആജ്ഞാപിച്ചു. ആ കൊട്ടാരത്തിന് ഭടന്മാർ തീയിടുകയും അതിനുള്ളിൽ ആ സൈനികരെല്ലാം വെന്ത് ചാവുകയും ചെയ്തു. കൊട്ടാരത്തിന് തീ പിടിച്ചറിഞ്ഞ ചന്ദ്രഗുപ്ത മൗര്യൻ ഓടിയെത്തി. ആദ്യം അദ്ദേഹത്തിന് വിഷമം തോന്നി. താൻ താമസിക്കാനിരുന്ന കൊട്ടാരമാണല്ലോ തൻ്റെ ഗുരു കത്തിച്ച് കളഞ്ഞത്. പക്ഷേ ആ കത്തിയ സ്ഥലത്തേക്ക് പോയപ്പോൾ അവിടെ അസംഖ്യം ശവശരീരങ്ങൾ കിടക്കുന്ന കണ്ട അദ്ദേഹത്തിന് കാര്യം മനസ്സിലായി. അടുത്ത ദിവസം ചന്ദ്രഗുപ്ത മൗര്യന് ഒരു അസുഖം വന്നു. അദ്ദേഹം വളരെ ക്ഷീണിതനായിരുന്നു. അപ്പോൾ കൊട്ടാരത്തിലെ വൈദ്യൻ അവിടെ എത്തുകയും അദ്ദേഹത്തിന് ഒരു മരുന്ന് ഉണ്ടാക്കി നൽകുകയും ചെയ്തു. രാജാവ് ഈ മരുന്ന് കുടിക്കാൻ എടുക്കുമ്പോഴേക്കും ചാണക്യൻ അവിടെ എത്തുകയും ആ മരുന്ന് അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്ന് പിടിച്ചു വാങ്ങുകയും ചെയ്തു. അതിനുശേഷം അദ്ദേഹം പറഞ്ഞു, രാജാവ് ഒരു സാധനവും മറ്റുള്ളവർ ഭക്ഷിച്ചു നോക്കി സുരക്ഷിതമാണെന്ന് ഉറപ്പ് വരുത്താതെ കഴിക്കാൻ പാടില്ല, അതൊരു മരുന്നാണെങ്കിലും. അതുകൊണ്ട് ഈ മരുന്ന് ആദ്യം ഈ വൈദ്യൻ കഴിച്ച് കാണിക്കട്ടെ, അതിനുശേഷം രാജാവ് കഴിച്ചാൽ മതി. അങ്ങനെ ഈ മരുന്നിൽ കുറച്ച് ഭാഗം ഈ വൈദ്യനെ കൊണ്ട് കുടിപ്പിക്കുകയും അദ്ദേഹം ഉടൻ തന്നെ അവിടെ മരിച്ചു വീഴുകയും ചെയ്തു. ഇങ്ങനെ ചന്ദ്രഗുപ്തനെ കൊല്ലാൻ പദ്ധതിയിട്ടതും അമാത്യ രാക്ഷസനായിരുന്നു. അമാത്യ രാക്ഷസന് ആകെ വിഷമമായി. അദ്ദേഹത്തിൻ്റെ പദ്ധതികളെല്ലാം ചാണക്യൻ്റെ ബുദ്ധി കാരണം പരാജയപ്പെട്ടു പോയിക്കൊണ്ടിരുന്നു. തൻ്റെ രണ്ടാമത്തെ പദ്ധതിയും പരാജയപ്പെട്ട അമാത്യ രാക്ഷസൻ ഒരു നർത്തകിയെ അദ്ദേഹത്തിൻ്റെ കൊട്ടാരത്തിലേക്ക് അയച്ചു. അതിസുന്ദരിയായ നർത്തകി ചന്ദ്രഗുപ്ത മൗര്യൻ്റെ മുന്നിൽ നൃത്തമാടി. ചാണക്യൻ പറഞ്ഞു, ഈ നർത്തകി സുന്ദരിയാണ്, പക്ഷേ അവൾ കൂടുതൽ യോജിക്കുക പർവ്വതകൻ്റെ കൊട്ടാരത്തിലായിരിക്കും. ചന്ദ്രഗുപ്ത മൗര്യൻ്റെ കൊട്ടാരത്തിൽ ഇങ്ങനെയൊരു നർത്തകിയുടെ ആവശ്യമില്ല. ഇത് കേട്ട ചന്ദ്രഗുപ്ത മൗര്യന് വിഷമം തോന്നി. തൻ്റെ മുന്നിൽ നൃത്തമാടാൻ വന്ന നർത്തകിയെ അദ്ദേഹം പർവ്വതകൻ സുഹൃത്താണ് എന്ന് അഭിനയിക്കുന്നുണ്ടെങ്കിലും അദ്ദേഹം അത്ര നല്ലൊരാളല്ല എന്ന് ചന്ദ്രഗുപ്ത മൗര്യൻ അറിയാമായിരുന്നു. പക്ഷേ ഗുരു പറഞ്ഞു, ഞാനൊരു കാര്യം പറയുന്നുണ്ടെങ്കിൽ അതിനൊരു അർത്ഥം കാണും, അതുകൊണ്ട് നീ ചോദ്യം ചെയ്യേണ്ട കാര്യമില്ല, ഈ നർത്തകിയെ പർവ്വതകൻ്റെ കൊട്ടാരത്തിലേക്ക് അയച്ചാൽ മതി. അങ്ങനെ ചന്ദ്രഗുപ്ത മൗര്യൻ ഈ നർത്തകിയെ പർവ്വതകന് കൊടുത്തു.
പിറ്റേന്ന് പർവ്വതകൻ മരിച്ചു എന്ന വാർത്തയാണ് അറിഞ്ഞത്. ചാണക്യൻ പറഞ്ഞു, അത് ഒരു സാധാരണ പെൺകുട്ടിയായിരുന്നില്ല, അവളൊരു വിഷകന്യകയായിരുന്നു. പണ്ട് കാലത്ത് കുട്ടിക്കാലം മുതൽ പെൺകുട്ടികൾക്ക് കുറേശ്ശെ വിഷം കൊടുത്ത് അവരുടെ ശരീരം മുഴുവൻ വിഷലിപ്തമാക്കിയിട്ട് മറ്റുള്ളവരെ കൊല്ലാൻ വേണ്ടി അയക്കുന്ന ഒരു രീതി ഉണ്ടായിരുന്നു. അങ്ങനെയുള്ള പെൺകുട്ടികളെയാണ് വിഷകന്യക എന്ന് പറയുന്നത്. ഇവർ തൊട്ടാൽ പോലും ആൾക്കാർ മരിച്ചു പോകും. അവരുടെ ദേഹം മുഴുവൻ വിഷമാണ്. അങ്ങനെ ഒരു വിഷകന്യകയായിരുന്നു ചന്ദ്രഗുപ്ത മൗര്യൻ്റെ കൊട്ടാരത്തിലേക്ക് അമാത്യ രാക്ഷസൻ അയച്ചത്. എന്തായാലും പർവ്വതകൻ കൂടി മരിച്ചതോടെ അമാത്യ രാക്ഷസന് വളരെയധികം ദുഃഖം തോന്നി. അദ്ദേഹം വളരെയധികം അസ്വസ്ഥനായി. ചന്ദ്രഗുപ്ത മൗര്യനെ എങ്ങനെയെങ്കിലും വകവരുത്തണമെന്നും നന്ദരാജാവിൻ്റെ മരണത്തിന് പകരം വീട്ടണമെന്നും അദ്ദേഹം അപ്പോഴും ചിന്തിച്ചിരുന്നു. പർവ്വതകന് ഒരു മകനുണ്ടായിരുന്നു, മലയകേതു അമാത്യ രാക്ഷസൻ്റെ സഹായത്തിനെത്തി. ചന്ദ്രഗുപ്ത മൗര്യനെ കൊല്ലാൻ രാക്ഷസനെ സഹായിക്കാമെന്ന് മലയകേതു അദ്ദേഹത്തോട് പറഞ്ഞു. എന്നാൽ ഈ സമയം ചാണക്യൻ മറ്റൊരു കാര്യമാണ് ചിന്തിച്ചത്. അമാത്യ രാക്ഷസൻ്റെ വിശ്വസ്തത. തൻ്റെ രാജാവിനോട് അയാൾ എത്ര തന്നെ മോശപ്പെട്ടവനാണെങ്കിൽ പോലും ഇത്രയധികം വിശ്വസ്തത കാണിക്കുന്ന ഒരു മന്ത്രി ചന്ദ്രഗുപ്ത മൗര്യൻ്റെ കൊട്ടാരത്തിലാണ് വേണ്ടത് എന്ന് ചാണക്യന് തോന്നി. ഏതു വിധേനയും അമാത്യ രാക്ഷസനെ തങ്ങളുടെ ഒപ്പം വരുത്താൻ വേണ്ടിയിട്ട് അദ്ദേഹം ശ്രമം തുടങ്ങി. ഇതനുസരിച്ച് തൻ്റെ കൊട്ടാരത്തിലെ ഒരു ചാരനെ അദ്ദേഹം അമാത്യ രാക്ഷസൻ്റെ കൊട്ടാരത്തിലേക്ക് അയച്ചു. അവിടെ ചെന്ന ഈ ചാരൻ താൻ ചാണക്യൻ്റെ അടുത്തു നിന്ന് രക്ഷപ്പെട്ടു വരികയാണെന്നും തനിക്ക് അഭയം തരണമെന്നും പറഞ്ഞു. ഇത് വിശ്വസിച്ച അമാത്യ രാക്ഷസൻ ഈ ചാരന് അവരുടെ കൊട്ടാരത്തിൽ, അവരുടെ സൈന്യത്തിൽ സ്ഥാനം കൊടുത്തു. ഈ വന്ന ആളെ അമാത്യ രാക്ഷസൻ സൂക്ഷ്മമായി നിരീക്ഷിച്ചു. എന്നാൽ ചാണക്യൻ്റെ നിർദ്ദേശപ്രകാരം അമാത്യ രാക്ഷസൻ്റെ വിശ്വാസം നേടിയെടുക്കത്തക്കവണ്ണം ഉള്ള പ്രവർത്തനങ്ങളാണ് ഈ ചാരൻ കാഴ്ചവെച്ചത്. അയാൾ പല സന്ദർഭങ്ങളിലും അമാത്യ രാക്ഷസൻ്റെ സൈന്യത്തിനെ സഹായിച്ചു. അങ്ങനെ ഇയാൾ അമാത്യ രാക്ഷസൻ്റെ വിശ്വസ്തനായി തീർന്നു. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം അമാത്യ രാക്ഷസൻ ഒരു കാര്യം അറിഞ്ഞു. ചന്ദ്രഗുപ്ത മൗര്യനും ചാണക്യനും തമ്മിൽ പിണങ്ങി. ചന്ദ്രഗുപ്ത മൗര്യൻ തൻ്റെ വിജയം ആഘോഷിക്കാൻ വേണ്ടിയിട്ട് ഒരു വിരുന്ന് നടത്താൻ തീരുമാനിച്ചിട്ടുണ്ടെങ്കിലും ചാണക്യന് ഈ വിരുന്നിന് താല്പര്യമില്ല. ഇപ്പോൾ ആഘോഷിക്കാനുള്ള സമയമല്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. ഇക്കാര്യം പറഞ്ഞ് ഇവർ തമ്മിൽ പിണങ്ങി എന്നാണ് അമാത്യ രാക്ഷസൻ അറിഞ്ഞത്. ഇത് തനിക്ക് പറ്റിയൊരു അവസരമായിട്ട് അമാത്യ രാക്ഷസൻ കരുതി. എപ്പോഴും ചാണക്യൻ്റെ സഹായമുള്ളതുകൊണ്ടാണ് ചന്ദ്രഗുപ്ത മൗര്യനെ ഒന്നും ചെയ്യാൻ പറ്റാതെ വരുന്നത്. ഇത്തവണ ഈ അവസരം ഉപയോഗപ്പെടുത്തണം എന്ന് അദ്ദേഹം തീർച്ചപ്പെടുത്തി. എന്നാൽ അന്ന് രാത്രി മലയകേതു തൻ്റെ സൈന്യത്തിൻ്റെ കൂട്ടത്തിൽ നിന്ന് ഒരാൾ ഓടി രക്ഷപ്പെടുന്നത് ശ്രദ്ധിച്ചു. അയാൾ തൻ്റെ ഭടന്മാരോട് ഇയാളെ ഓടിപ്പോയി പിടിക്കാൻ പറഞ്ഞു. അങ്ങനെ പിടിച്ചുകൊണ്ട് വന്നപ്പോൾ ചാണക്യൻ്റെ സൈന്യത്തിൽ നിന്നും ഓടി വന്ന ചാരനാണെന്ന് മനസ്സിലായി. ഇയാൾ ഈ അടുത്തിടയ്ക്ക് അമാത്യ രാക്ഷസൻ്റെ കൂടെയാണ് എന്ന് മലയകേതുവിന് അറിയാമായിരുന്നു. അപ്പോൾ അയാൾ ദേഹം പരിശോധിച്ചപ്പോൾ അയാളുടെ കയ്യിൽ നിന്നൊരു കത്ത് കിട്ടി. ആ കത്തിൽ എഴുതിയിരുന്നത് അമാത്യ രാക്ഷസനായിരുന്നു. അമാത്യ രാക്ഷസൻ ചന്ദ്രഗുപ്തനോട്, താങ്കൾ ചാണക്യനെ പറഞ്ഞു വിട്ടത് നന്നായി, ഇനി ഞാൻ നിങ്ങളുടെ അഭ്യർത്ഥന മാനിച്ച് നിങ്ങളുടെ മന്ത്രിയാകാൻ വേണ്ടി പാടലിപുത്രത്തിലേക്ക് വരാം എന്നായിരുന്നു എഴുതിയിരുന്നത്. ഇത് കണ്ട മലയകേതുവിന് വളരെയധികം ദേഷ്യം വന്നു. അയാൾ അമാത്യ രാക്ഷസൻ്റെ അടുത്തേക്ക് ചെല്ലുകയും തന്നോട് വിശ്വാസവഞ്ചന കാണിച്ചതിന് അമാത്യ രാക്ഷസനോട് വഴക്കിടുകയും ചെയ്തു. അമാത്യ രാക്ഷസൻ ഈ കത്ത് വായിച്ചതിന് ശേഷം ഇത് താൻ എഴുതിയതല്ല എന്നും ഇത് ചാണക്യൻ്റെ കുടിലതന്ത്രമാണ് എന്ന് മലയകേതുവിനോട് പറഞ്ഞെങ്കിലും മലയകേതു ഇത് വിശ്വസിക്കാൻ തയ്യാറായില്ല. അമാത്യ രാക്ഷസനൊരു ബ്രാഹ്മണനായതുകൊണ്ട് മാത്രം വെറുതെ വിടുന്നു എന്നാണ് മലയകേതു അമാത്യ രാക്ഷസനോട് പറഞ്ഞത്. ഈ വാക്കുകൾ കേട്ട അമാത്യ രാക്ഷസന് വളരെയധികം ദുഃഖം തോന്നി. താൻ ഇത്രയധികം കൂടെ നിന്നിട്ടും മലയകേതു തന്നെ വിശ്വസിക്കുന്നുമില്ല. അയാൾ വളരെ ബുദ്ധിഹീനമായിട്ട് പെരുമാറുകയും ചെയ്യുന്നു. ആകെ അസ്വസ്ഥനായ അമാത്യ രാക്ഷസൻ അവർ തമ്പടിച്ചിരുന്ന സ്ഥലത്ത് നിന്ന് കുറച്ച് ദൂരം മുന്നോട്ട് നടന്ന് ഒരു കാട്ടിൽ പോയിരുന്നു. ആ സമയത്ത് കാട്ടിലൂടെ ഒരു തേര് വരുന്നത് കണ്ടു. അതാരാണ് എന്ന് നോക്കിയപ്പോൾ അത് ചാണക്യനായിരുന്നു. ചാണക്യൻ അമാത്യ രാക്ഷസൻ്റെ അടുത്തേക്ക് വരികയും അദ്ദേഹത്തെ പാടലിപുത്രത്തിലേക്ക് ക്ഷണിക്കുകയും ചെയ്തു. നാട്ടുരാജ്യങ്ങളായിട്ട് തിരിഞ്ഞ് പരസ്പരം പോരടിച്ചുകൊണ്ടിരിക്കുന്ന ചെറിയ രാജ്യങ്ങളെ ഒന്നിച്ചു ചേർത്ത് ഒരു വലിയ വിശാലമായ രാജ്യം സൃഷ്ടിക്കാൻ ചന്ദ്രഗുപ്തന് മാത്രമേ കഴിയുകയുള്ളൂ എന്നും അങ്ങനെ ഒരു വിശാലമായ സാമ്രാജ്യത്തിൻ്റെ സൃഷ്ടിയിൽ ചന്ദ്രഗുപ്തൻ്റെ കൂടെ നിൽക്കാൻ അമാത്യ രാക്ഷസനെ പോലൊരു മന്ത്രി അത്യാവശ്യമാണെന്നും ചാണക്യൻ അദ്ദേഹത്തെ പറഞ്ഞ് വിശ്വസിപ്പിച്ചു. അങ്ങനെ വളരെ മഹത്തായ ഒരു ലക്ഷ്യം സ്ഥാപിക്കുന്നതിന് വേണ്ടിയിട്ട് ചന്ദ്രഗുപ്തൻ മൗര്യൻ്റെ ഒപ്പം നിൽക്കാൻ അമാത്യ രാക്ഷസൻ തയ്യാറായി. അങ്ങനെ അമാത്യ രാക്ഷസനെ ചന്ദ്രഗുപ്ത മൗര്യൻ്റെ ഏറ്റവും പ്രധാന മന്ത്രിയായിട്ട് നിയമിച്ച ചാണക്യൻ വീണ്ടും തൻ്റെ ഗുരുകുലത്തിലേക്ക് തിരിച്ചു പോവുകയും ഒരു അധ്യാപകനായിട്ട് ജോലി തുടരുകയും ചെയ്തു. എന്നിട്ടാണ് അദ്ദേഹം അർത്ഥശാസ്ത്രം, നീതിസാരം തുടങ്ങിയ മഹത്തായ ഗ്രന്ഥങ്ങൾ രചിച്ചത്. ഇഷ്ടമായോ ചാണക്യൻ്റെ കഥ? അടുത്ത കഥ അടുത്ത ദിവസം.